ഇരുളിൽ തെളിയുന്ന ഈ കുഞ്ഞു വെളിച്ചത്തിൽ ഇങ്ങനെ ഏകാന്തമായി ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഏകാന്തതയെ ഞാൻ ശരിക്കും പ്രണയിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാൻ പാട്ട് എഴുതുക, കഥ എഴുതലൊക്കെ. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഓരോ തീമുകൾ കറക്റ്റായിട്ട് പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് പകർത്താൻ കഴിയും. അങ്ങനെ എഴുതുന്നവയാണ് നല്ല കഥയും പാട്ടൊക്കെ ആയിട്ട് പുറത്തു വരുന്നത്. ഇന്ന് അതുപോലെ തന്നെ ഒരു പാട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ നമ്മുടെ റൂമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് എഴുതുന്നുണ്ട്. കൂടെ ചെറിയ മോളും ഉണ്ട്. മനസ്സിൻ്റെ മായാലോകത്ത് നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തരോടുള്ള പ്രണയമൊക്കെ നമ്മൾ ചെറിയ ചെറിയ അക്ഷരങ്ങളായിട്ട് പേപ്പറിൽ പകർത്തി പിന്നെ അത് ഒന്നായിട്ട് കൂട്ടിച്ചേർത്ത് പിന്നെ അതിന് നമ്മൾ വാക്കുകൾക്ക് വർണ്ണവും ഭംഗിയൊക്കെ കൊടുത്ത് പുറത്തിറക്കിയെടുക്കണം. അപ്പോഴാണ് പാട്ടായാലും കഥയായാലും കവിതയായാലും ഒക്കെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ 3 സോങ്ങുകൾ ഇനി പുറത്ത് ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കിതെങ്ങനെ പുറത്തിറക്കാം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ പാട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാടിപ്പിച്ച് കുറച്ച് എമൗണ്ടൊക്കെ ചിലവാക്കിയിട്ടാണ് ഫസ്റ്റ് പാട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ആ പാട്ട് കേട്ടിട്ടാണ് നമ്മളോട് മീഡിയക്കാർ പാട്ട് ആവശ്യപ്പെട്ടതും പാട്ട് കൊടുക്കും. പിന്നെ അൽഹംദുലില്ലാ, നമ്മൾ പാട്ട് എഴുതുന്നതിന് നമുക്ക് ഇൻകം വരാൻ തുടങ്ങി. എഴുതിയതെല്ലാം മദീനയെക്കുറിച്ചും ഈദിനെക്കുറിച്ചും ഒക്കെയാണ്. പ്രണയഗാനങ്ങളും ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ട് ഇനി ഇൻഷാ അല്ലാ പാട്ടുകൾ വഴിയെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പ് സൗദിയിലായിരുന്ന സമയത്ത് ഒരുപാട് കഥകളും കവിതകളും അതുപോലെ 2 നോവലുകളൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിൽ നിന്നൊരു ഏണിങ്സ് ആയിട്ട് ഇപ്പം നമ്മളതൊരു ജോലിയുടെ ഭാഗമായിട്ട് ഏറ്റെടുത്തു. ഇപ്പം നമുക്ക് എഴുത്തിലൂടെ ഒരു ഏണിങ്സ് വരാൻ തുടങ്ങി. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കുഞ്ഞു കഴിവുകളുണ്ടാവും. ആ കഴിവിനെ അംഗീകരിച്ചിട്ട് നമ്മളോട് ഓരോരുത്തർ പാട്ടുകളും കഥകളൊക്കെ ആവശ്യപ്പെടുമ്പോഴുള്ളൊരു ത്രില്ല് വേറെ തന്നെയാണ്. മുമ്പ് നമ്മൾ സൗദി അറേബ്യയിൽ സെറ്റായിരുന്ന സമയത്ത് പത്രത്താളുകളിലൂടെ ഇഷ്ടം പോലെ സാബിറ സിദ്ദീഖ് എന്ന വ്യക്തിയുടെ കഥകളും കവിതകളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനൊരുപാട് അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സോങ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പേര് നമ്മുടെ മദ്ഹ് ഗാനാണ് എഴുതിയിട്ടുള്ളത്. എന്നാലും നമ്മുടെ മുസ്ലിംസ് അല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടു, നല്ല വരികൾ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴുണ്ടല്ലോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. മക്കൾ രാവിലെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളിയൊക്കെ ഇതുപോലെ ചതുക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനത് ശരിക്കും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. നാട്ടിൽ നിന്ന് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കഷ്ടപ്പാടാണ്. നമുക്ക് ഓരോ ദിവസവും പാക്കിങ്ങും അതുപോലെ നമ്മൾ പർച്ചേസിങ്ങിനും അങ്ങനെ ഇങ്ങനെയായിട്ട് ഓടി നടക്കായിരുന്നു. നമുക്കൊരു ഒഴിവുമില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും അത് മക്കൾ തന്നെ റെഡിയായിട്ട് നോക്കുന്നുണ്ട്. അവരാണ് അധിക കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫുൾ ടൈം എനിക്ക് കിടന്ന് മുതലാക്കുന്നുണ്ട്. ഈ ഒരു 2 മാസം ശരിക്കും നമ്മുടെ ഉറക്ക് അതുപോലെ ഓരോരോ കാര്യങ്ങൾ മുടി കാല് നഖം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭയങ്കര റിലാക്സായ ഒരു മാസം കടന്നു. ഇനിയിപ്പോൾ 1 മാസം കൂടെ ഉണ്ട്. ഇനി നാട്ടിൽ ചെന്നിട്ട് നമ്മളെ പ്ലാനിൻ്റെ ബിസിനസ്സിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു ബിസിനസ് ടൂർ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. ഓരോ കൺട്രീസിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടുന്ന് പോകുന്നത്. ഏത് കാര്യം ചെയ്യാനാണ് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നീങ്ങി കഴിയുക. നമുക്ക് ആത്മവിശ്വാസമുള്ള മേഖലയാണെങ്കിൽ നമ്മൾ അതിൽ വിജയിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ കാര്യം സക്സസ്സിലെത്തുക തന്നെ ചെയ്യും. നമ്മുടെ മരുമോൻ എപ്പോഴും പറയും, ഉമ്മ ഒരു കാര്യത്തിന്മേൽ തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ കൂടെ ശരിക്കും ഉമ്മ അത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അത് നേടിയെടുക്കും എന്ന് മോളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ കഷ്ടപ്പാട് ഒരു സമയത്ത് നമുക്കത് പണമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ തിരിച്ചു കിട്ടും. സംസാരിച്ച് ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയായി. നമ്മൾ അതിലേക്ക് ചപ്പ് പുതിന ഇട്ട് കൊടുക്കുകയാണ്.
പുളിക്ക് പകരം നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. ഇനി ഈ മസാല വെച്ച് കുറച്ച് നേരം ചെറിയ തീയിൽ നമ്മൾ വേവിക്കുന്നുണ്ട്. അപ്പുറത്ത് ചോറിനുള്ള വെള്ളം തിളക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചിക്കനൊക്കെ വെന്ത് നല്ല ക്രീമി ആയിട്ടുണ്ട്. പിന്നെ ഞാനതിൻ്റെ മുകളിൽ ദമ്മ് ചോറൊക്കെ ഇട്ട് മുന്തിരിയും അതുപോലെ മല്ലിച്ചെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മിൽമയുടെ നെയ്യ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അടച്ച് ദമ്മിട്ട് വെച്ചു. പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സെയ്നൂനെയാണ് നമ്മൾ ചോറ് വിളമ്പാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അവനാകുമ്പോൾ അത് കറക്റ്റായിട്ട് വിളമ്പി എല്ലാവർക്കും പാത്രത്തിൽ കൊടുക്കും. മാഷാ അല്ലാഹ്, ആദ്യം തന്നെ നുള്ളി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ എല്ലാവരും ബിരിയാണി മുന്നിൽ വെച്ച് തൈരുണ്ട്, ബിരിയാണി ഉണ്ട്, അച്ചാറൊക്കെ തിന്ന് മടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് ടൈം നീണ്ട വീഡിയോ തരാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മൾ ഒരുപാട് ടൈമുള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന വീഡിയോ എടുക്കാം. അങ്ങനെയുള്ള എല്ലാം കൂടെ നിങ്ങൾക്ക് നാളെ നമ്മൾ നല്ലൊരു വീഡിയോ തരാം. ഇനി ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ഒരു കമൻറ്റ് എഴുതിയിടാൻ മറക്കല്ലേ. അതുപോലെ ഒരു ലൈക്കും തന്നിട്ട് പോകണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് തരണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.